ഹലോ. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഈ ഒരു കോസ്മെറ്റിക് ട്യൂബാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 2 പാർട്ട് ട്യൂട്ടോറിയലായിരിക്കും. ആദ്യത്തെ പാർട്ടിൽ നമ്മളതെങ്ങനെ മോഡൽ ചെയ്യാം, എങ്ങനെ ലൈറ്റ് ചെയ്യാമെന്ന് പഠിക്കും. രണ്ടാമത്തെ ട്യൂട്ടോറിയൽ ഇതെങ്ങനെ ആനിമേറ്റ് ചെയ്യാമെന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക. ഡിഫോൾട്ടായിട്ട് വരുന്ന എല്ലാതും എക്സ് പിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റെഫറൻസ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ നമ്പർ പാഡിൽ 1 പ്രസ് ചെയ്ത് ഫ്രണ്ട് വ്യൂയിലേക്ക് പോയി. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് വെച്ച റെഫറൻസ് ഇമേജ് ഉണ്ട്. ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാം, പ്രശ്നമില്ല. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇമേജിൽ റെഫറൻസ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ സ്റ്റോർ ചെയ്ത് ആ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാൻ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇമേജ് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വൈറ്റ് ട്യൂബ് വരുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ഈ ഇമേജാണ് ചൂസ് ചെയ്തത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. GZ പ്രസ് ചെയ്ത് ഞാനൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ GY പ്രസ് ചെയ്ത് ഞാൻ കുറച്ച് ബാക്കോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഒരു സിലിണ്ടർ ആഡ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ എക്സ്റേ വ്യൂയിലേക്ക് പോകുന്നുണ്ട്. എക്സ്റേ വ്യൂയിലേക്ക് പോയി GZ പ്രസ് ചെയ്തൊന്ന് ഇങ്ങനെ വെച്ചു. ഏകദേശം കണ്ടില്ല, ഈ ഒരു ഭാഗത്താക്കി വരുന്ന രീതിയിൽ GZ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, സ്കെയിൽ ചെയ്തു. ഇനി നമുക്ക് ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോവാം. എഡിറ്റ് മോഡ് പോയതിനു ശേഷം ഈ ബോട്ടം വെർട്ടീസ് മൊത്തമായിട്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്തു. GZ ഇവിടേക്ക് വെച്ചു. ഇനി ഒന്ന് ബെവൽ ചെയ്യാൻ വേണ്ടി അതിന് മുന്നേ നമുക്കൊന്ന് സ്കെയിൽ അപ്ലൈ ചെയ്യാം. ഒബ്ജക്റ്റ് മോഡ് പോയതിനു ശേഷം Ctrl A അമർത്തി സ്കെയിൽ അപ്ലൈ ചെയ്തു. സ്കെയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ബെവലിങ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതിനാണ് സ്കെയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് വ്യൂയിലേക്ക് പോയതിനു ശേഷം ടാബ് പ്രസ് ചെയ്തു. Ctrl B അമർത്തി ഒന്ന് ബെവൽ ചെയ്തു. മൗസ് സ്ക്രോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ കുറച്ച് വെർട്ടക്സ് അവിടെ കൂടി വന്നില്ലേ, സ്മൂത്തായി. ഇത്ര മതി. ഓക്കെ, റൈറ്റ് ക്ലിക്ക് അമർത്തി ഞാൻ ഷെയ്ഡ് സ്മൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എഡിറ്റ് മോഡ് തന്നെ ഈ ഒരു മുകളിലത്തെ വെർട്ടക്സ് ഞാൻ മുകളിലേക്ക് ഈ ഒരു ടോപ്പ് പോർഷനിലേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടി GZ പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെ മൂവ് ഇവിടെ വെച്ചു. ഏറ്റവും ടോപ്പിലേക്ക് വെക്കുന്നില്ല, ഇതുവരെ വെക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി കുറച്ച് ലൂപ്പ് കട്ട്സ് ഇടാം. ഇവിടെ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു എഡ്ജിലേക്ക് എത്തിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂപ്പ് കട്ട്സ് ഇടാം. ഞാൻ Ctrl R പ്രസ് ചെയ്തു. ഞാൻ ഇത്രയും ലൂപ്പ് കട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇത്ര വേണ്ട, ഇത്ര ഇട്ടിട്ടുണ്ട്. എത്ര ഉണ്ട്? 5 ലൂപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ? 5 ലൂപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മളെ 2 പ്രസ് ചെയ്തു. 2 എന്ന് പറയുമ്പോൾ നമ്പർ പാഡത്തെ 2 അല്ല, നമ്മൾ ഫംഗ്ഷൻ കീസിൻ്റെ അടുത്ത് അടിയുണ്ടാവും 2, അത് പ്രസ് ചെയ്തു. അപ്പോൾ അത് പ്രസ് ചെയ്ത് നമുക്ക് എഡ്ജ് സെലക്ട് കിട്ടി. ഇനി അത് അൾട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ എഡ്ജ് സെലക്ട് ചെയ്തു. അൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു എഡ്ജ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ സെലക്ട് ആവും. ഇപ്പോൾ ഇതാണ് ഈ വെർട്ടിക്കലിയിലാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലി സെലക്ട് ആവും. ഹൊറിസോണ്ടലി ആണെങ്കിൽ ഹൊറിസോണ്ടലി സെലക്ട് ആവും. ഇപ്പോൾ ഞാൻ ഈ ടോപ്പ് സെലക്ട് ചെയ്തു. ഫ്രണ്ട് വ്യൂയിലേക്ക് പോയി സ്കെയിൽ കൊടുത്തു. ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് മൊത്തം നമുക്ക് സ്കെയിൽ ചെയ്യാം കേട്ടോ. ഈ റെഫറൻസിന് വരുന്ന മാച്ച് ആവുന്ന രീതിയിൽ അൾട്ട് ക്ലിക്ക് ചെയ്തു, സ്കെയിൽ കൊടുത്തു, സ്കെയിൽ ചെയ്ത് വെച്ചു. സ്കെയിൽ ചെയ്യുക. ഞാൻ അത് വേഗം ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പ്രസ് ചെയ്ത് നമ്പർ പാഡിൽ 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂയിലേക്ക് പോകാം. ഈ സൈഡ് വ്യൂ കൂടെ സ്കെയിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ടോപ്പ് ഫേസ് അൾട്ട് ക്ലിക്ക് ചെയ്തു. സ്കെയിൽ അലോങ് Y കൊടുത്തു. Yയിൽ ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്തു. നന്നായിട്ട് സ്കെയിൽ ചെയ്യാം. കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യാം അല്ലേ? സ്കെയിൽ Yയിൽ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്തു. ഇനി ഈ പോർഷൻ സ്കെയിൽ ചെയ്യാം. എനിക്ക് ഈ സൈഡ് റെഫറൻസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഐബോളിംഗ് ആണ് ചെയ്യുന്നത്. സ്കെയിൽ Y കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്കെയിലിങ് കഴിഞ്ഞിട്ടുണ്ട്. എക്സ്റേ മോഡ് ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രൂപം കിട്ടിയില്ലേ? ഇനി ഒന്ന് ഷെയ്ഡ് സ്മൂത്ത് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ ഈ ടോപ്പില്ലേ, ഈ ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫ്രണ്ട് വ്യൂയിലേക്ക് വന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാനൊരു സിലിണ്ടർ കൂടി ആഡ് ചെയ്യാണ്. സിലിണ്ടർ കൂടി ആഡ് ചെയ്തു. സ്കെയിൽ ചെയ്തു. ഏകദേശം ഈ സൈസിലേക്ക് കൊണ്ടുവരാം. സ്കെയിൽ ചെയ്ത് ഓക്കെ, സൈസായി. GZ പ്രസ് ചെയ്തു, മൂവ് ചെയ്തു, മുകളിലേക്ക് വെച്ചു. ചെറുതായിട്ടൊന്ന് ക്ലിപ്പായാലും കുഴപ്പമില്ല. ഓക്കെ, സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. Ctrl A സ്കെയിൽ അപ്ലൈ ചെയ്തു. ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോയതിനു ശേഷം ഞാൻ ഈ ബോട്ടം വെർട്ടക്സ് എക്സ്റേ മോഡ് പോയതിനു ശേഷം ഈ ബോട്ടം സെലക്ട് ചെയ്തിട്ട് GZ പ്രസ് ചെയ്ത് ഇവിടേക്ക് വെച്ചു. ഓക്കെ, മൊത്തം വയ്ക്കുന്നില്ല. GZ പ്രസ് ഏകദേശം ഇവിടെയാണ് വയ്ക്കുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് എക്സ്ട്രൂഡ് Z കൊടുത്ത് ഇതുവരെയും വെച്ചു. ഇപ്പോൾ 2 പോർഷനായിട്ടാണ് നമുക്ക് കിട്ടുക.
നമുക്ക് ഈ ഒരു ബോട്ടം പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടത്തിലേക്ക് വരുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് Ctrl+ അമർത്തി നമുക്ക് ഇതിന് ടോപ്പ് ഫേസ് സെലക്ട് ചെയ്യാം. ഈ Ctrl+ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനാണ്, സെലക്ഷൻ ആഡ് ചെയ്ത് പോകാനാണ്. അതുപോലെ തന്നെ Ctrl അമർത്തി മൈനസ് അമർത്തിയാൽ സെലക്ഷൻ മൈനസായി വരും. ഓക്കെ, അപ്പോൾ Ctrl+ അമർത്തി ഇത്രയും സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തി സെപ്പറേറ്റ് സെലക്ഷൻ കൊടുത്തു. ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റും ഇത് വേറൊരു ഒബ്ജക്റ്റുമായി. ഷെയ്ഡ് സ്മൂത്ത് ആയിട്ടുണ്ട്, ഷെയ്ഡ് സ്മൂത്ത് ആയി രണ്ടും ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് ആയി, ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോട്ടം ഒന്ന് ബെവൽ ചെയ്യാം. എക്സ്റേ വ്യൂവിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, Ctrl+B അമർത്തി ഇവിടെ ഒന്ന് ബെവൽ ചെയ്തു. ഇത്രയ്ക്കൊന്ന് ബെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. റെഫറൻസ് ആയിട്ട് അക്യുറേറ്റ് ഒന്നും അല്ല, പക്ഷേ ഇത് വർക്കാവും. ക്ലിക്ക് ചെയ്തു, ടാബിൽ എഡിറ്റ് മോഡ് പോയി. എന്നതിന് ശേഷം ഞാനിവിടെ ലൂപ്പ് കട്ട് ഇടും. നമ്മുടെ ഈ ഒരു ഓപ്പൺ ചെയ്യുന്നൊരു പോർഷനല്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലൂപ്പ് കട്ട് ഇടാണ്. Ctrl+R അമർത്തി ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് കട്ട് ഇട്ടു. ഇനി ഇവിടെ 2 ലൂപ്പ് കട്ടും കൂടെ എക്സ്ട്രാ ഇടുന്നതാണ്. 3 ലൂപ്പ് കട്ട് ഇടാം. 2 ലൂപ്പ് കട്ട് മതി അല്ലേ, 2 ലൂപ്പ് കട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എക്സ്റേ ഓഫ് ആക്കുന്നുണ്ട് തൽക്കാലത്തിന്. ഈ ഒരു ഒബ്ജക്റ്റും ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ടാബ് അമർത്തി എഡിറ്റ് മോഡ് പോയത് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് നമുക്കിത് കുറച്ച് ഫേസ് സെലക്ട് ചെയ്യണം. ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ കീസിൻ്റെ അടിയിലുള്ള 3 പ്രസ് ചെയ്ത് എക്സ്റേ വ്യൂ ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ട കുറച്ച് ഫേസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഫേസ് ഉണ്ട്, ഈ ഫേസ്. നിങ്ങൾക്ക് ഇതിനെ മാനുവലി ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ സെലക്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് C പ്രസ് ചെയ്യുക, അപ്പോൾ ഒരു സർക്കിൾ വരും. സർക്കിളിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ മൗസ് വീൽ സ്ക്രോൾ ചെയ്യാം, അപ്പോൾ വലിപ്പം കൂടും കുറയും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. നമുക്ക് വേണ്ട സ്ഥലത്ത് ഏതൊക്കെ ഫേസ് വേണമെന്നുള്ളത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഞാനിവിടെയും 2 ഫേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഇത്രയും ഫേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റേ മോഡിലാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കത്തെ ഫേസസും സെലക്ട് ആയിട്ടുണ്ടാവും കൂടെ. അപ്പോൾ ബാക്കത്തെ ഫേസ് നമുക്ക് സെലക്ട് ആവേണ്ട ആവശ്യമില്ലല്ലോ. ഡീസെലക്ട് ചെയ്യാം. ഡീസെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കിൾ സെലക്ട് തന്നെ യൂസ് ചെയ്യാം. C പ്രസ് ചെയ്താൽ സർക്കിൾ വരും. എന്നതിന് ശേഷം മിഡിൽ മൗസ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ ഡീസെലക്ട് ആവും അല്ലാതെ. ഓക്കെ, ഇനി ഈ സർക്കിൾ സെലക്ട് നിന്ന് പുറത്ത് പോകാൻ നമുക്ക് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അത് പുറത്ത് പോയി. ഇനി അതൊന്ന് ചെറുതായിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കണം. എക്സ്റേ ഓഫ് ആക്കുന്നുണ്ട്. എക്സ്ട്രൂഡ് Y കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ആവശ്യമില്ലാത്ത കുറേ ഫേസസ് വരും. ആ ഫേസൊക്കെ ഡിലീറ്റ് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് ഫേസസ് ഡിലീറ്റ് കൊടുത്തു. ഇപ്പം ഇങ്ങനൊരു സംഭവം കിട്ടിയല്ലോ അല്ലേ. ഇതിലേക്ക് നമുക്ക് സബ് ഡിവിഷൻ സർഫസ് മോഡിഫയർ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക, മോഡിഫയേഴ്സിലേക്ക് പോവുക. ആഡ് മോഡിഫയറിൽ ജനറേറ്റിൽ സബ് ഡിവിഷൻ സർഫസ് ഉണ്ടോ അത് അപ്ലൈ ചെയ്യുക. ഒരു 2 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് വന്നു. ഇങ്ങനെ ഷേപ്പ് വരാനുള്ള കാരണം ഇതിൻ്റെ മുകളിലൊരു ഫേസ് നമുക്ക് ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യാം. ടാബ് പ്രസ് എഡിറ്റ് മോഡ് പോയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഉള്ളിലൊരു ഫേസ് ഉണ്ട്. ആ ഫേസ് തന്നെ ഉള്ളിൽ പോയാൽ കാണാം. ഈ ഒരു ഫേസ് ഉണ്ട്. ഈ ഒരു ഫേസ് ആവശ്യമില്ല. ക്ലിക്ക് ചെയ്തു, പ്രസ് ചെയ്തു, ഫേസ് ഡിലീറ്റ് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് റെഡി ആയില്ലേ. അതുപോലെ തന്നെ ഇതിനും ചെയ്യട്ടോ. ആഡ് മോഡിഫയേഴ്സ് സബ് ഡിവിഷനിൽ 2 കൊടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോയിട്ട് ഇതിൽ കുറച്ച് ഫേസസ് ഉണ്ട്. ഇത് കുറച്ച് ഫേസ് മുന്നോട്ട് വയ്ക്കുക. അതിന് ഫേസസ് അല്ല, എഡ്ജസ്. ഞാൻ ഈ എഡ്ജ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു 4 എഡ്ജ് ക്ലിക്ക് ചെയ്ത് Y കൊടുത്തു. ഞാൻ ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും ചെയ്യാം. ടാബ് പ്രസ് എഡിറ്റ് മോഡ് പോയിട്ട് ഈ 4 എഡ്ജ് Y പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓപ്പണിങ്ങുള്ള ആ പോർഷൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ വെക്കേണ്ട, പക്ഷേ ഞാൻ റെഫറൻസിനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പിലേക്കുള്ള പോർഷൻ റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിനും ഒരു സബ് ഡിവിഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിക്ക് ചെയ്തു, ആഡ് മോഡിഫയേഴ്സിൽ സബ് ഡിവിഷൻ കൊടുത്തു, 2 കൊടുത്തു. ഇപ്പോൾ ഈ ടോപ്പ് പോർഷൻ കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ എങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് മോഡ് പോയിട്ട് ഇതിൽ ടോപ്പിൽ വരുന്ന ഫേസ് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ഫേസ് പ്രസ് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ റെഡി ആയല്ലോ.
നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ഈ സ്ട്രിപ്പ് വരുന്നത് ഈ ഗ്രൂസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഗ്രൂസ് നമ്മൾ ഷെയ്ഡിങ്ങിലാണ് കൊടുക്കുന്നത്. ആദ്യം ഈ ഒരു ഷേപ്പ് ഇങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. ഒന്നും കൂടി ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കെയിൽ വൈ കൊടുത്ത് ഒന്നുകൂടി ഒന്ന് സ്കെയിൽ ചെയ്ത് നല്ലപോലെ. പിന്നെ എക്സ്ട്രൂഡ് സെഡ് കൊടുക്കുകയാണ്. എക്സ്ട്രൂഡ് സെഡ് കൊടുത്തു. സെഡ് ആക്സിസിൽ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ആ ഒരു പോർഷൻ റെഡിയായി. ഇനി കൺട്രോൾ ആർ അമർത്തി ഇവിടെ ഒരു ലൂപ്പ് കട്ട് ഇട്ടിട്ട് ഇവിടെ ഈ എഡ്ജ് ഒന്ന് ഡിഫൈൻ ചെയ്യണം. കണ്ടില്ലേ, കുറച്ചുകൂടെ ഡിഫൈൻ ആയിട്ട് കിട്ടിയില്ലേ ആ ഒരു ഭാഗം. അടിഭാഗത്ത് ലൂപ്പ് ഇട്ടിട്ടുണ്ട്. കൺട്രോൾ ആർ അമർത്തി ഞാൻ ഇവിടെ ഒരു ലൂപ്പ് ഇട്ടിട്ടു. ഈ ഒരു ടോപ്പ് പോർഷൻ കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയിട്ട് കിട്ടിയല്ലോ അല്ലേ. നമുക്ക് എഡിറ്റ് മോഡ് പോവാം. എഡിറ്റ് മോഡ് പോയിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പ് പോർഷൻ ഹോളോ ആണ്, ഇവിടെ ഒന്നുമില്ല. നമുക്ക് കുറച്ച് ഫേസ് ആഡ് ചെയ്യണം. ഫേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രസ് ചെയ്യുക. ഫംഗ്ഷൻ കീസിൻ്റെ അടിയിൽ 2 പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു എഡ്ജും കാണാൻ വിശ്വസിക്കുന്നു, ഈ ഒരു എഡ്ജും ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് ക്ലിക്ക് ചെയ്യുക. എഫ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ആ ഒരു ഫേസ് അവിടെ ഫില്ലായതിനു ശേഷം ഈ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്ത് നമ്മളിങ്ങനെ എഫ് അടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എൻഡ് തൊട്ട് എൻഡ് വരെ നമ്മളിങ്ങനെ ഫില്ലായി പോകും. കാണിച്ചാൽ എങ്ങനെ ആവും എന്നുള്ളത്. എഫ് അടിക്കുമ്പോൾ കണ്ടില്ല ഫില്ലായി പോകുന്നത് നിങ്ങൾ കാണാമല്ലോ. അതുപോലെ ഇങ്ങനെ ഫില്ലാവും. ഓക്കെ, ഫില്ലായി. ഇപ്പോൾ നമ്മുടെ ബേസിക് മോഡലിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയൊരു മോഡലിംഗ് കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അടപ്പിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടാവും, ഈ ബാക്ക് പോർഷൻ. ഈ ഒരു ബാക്ക് പോർഷനിൽ ഒരു അടപ്പ് തുറക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, ഞാൻ അവിടെ കാണിക്കാം. ഈ ഒരു സാധനം ഉണ്ടാവുമല്ലോ, നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിനൊരു സോൾഡിഫൈ കൊടുക്കാം അല്ലേ. ഇത് ഇപ്പോൾ ഭയങ്കര ഹോളോ ആണ്. ഹോളോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്, തീരെ തിക്നെസ് ഇല്ലാതെ. നമുക്ക് ആ തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, എച്ച് പ്രസ് ചെയ്ത് ഹൈഡ് ചെയ്തു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് മോഡിഫയേഴ്സിലേക്ക് പോയി സോളിഡിഫൈ കൊടുത്തു. സോളിഡിഫൈ കൊടുത്തപ്പോൾ നിങ്ങൾ കാണാമല്ലോ ഇപ്പോൾ ഇവിടെ ചെറിയ തിക്നെസ് വന്നിട്ടുണ്ട്. ആ ഒരു തിക്നെസ് മതി. ഞാൻ തൽക്കാലത്തിന് 0.015 കൊടുത്ത് എൻ്റർ കൊടുത്തു. കൺട്രോൾ എ അമർത്തി അപ്ലൈ ചെയ്തു സോളിഡിഫൈ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ അതിൻ്റെ അത്രയും സോളിഡിഫൈ കാണുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് ഡിവിഷൻ സർഫസ് വന്നിട്ട് ആ സോളിഡിഫൈ പോകുന്നതാണ്. അത് എങ്ങനെ പരിഹരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബ് പ്രസ് എഡിറ്റ് മോഡ് പോയിട്ട് ലൂപ്പ് കട്ട് ഇടുക. കൺട്രോൾ ആർ അമർത്തി ഈ താഴെ 2 ലൂപ്പ് കട്ട് ഇട്ട് കൊടുക്കുക. കൺട്രോൾ ഇങ്ങനെ 2 ലൂപ്പ് കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിക്നെസ് തിരിച്ചു വന്നു. ഇനി നമുക്ക് താഴത്തെ പോർഷൻ അതുപോലെ ചെയ്യല്ലേ. അൾട്ടച്ച് അമർത്തി അൺഹൈഡ് ആവും. ക്ലിക്ക് ചെയ്യുക, ഇത് ഹൈഡ് ചെയ്യാം. ഇനി ഇതിനും സെയിം ആഡ് മോഡിഫയർ സോൾഡിഫൈ കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ ബാക്കിലുള്ള സാധനം ചെയ്യല്ലേ. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇമേജ് ഈ ടോപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് മോഡ് പോയതിനു ശേഷം കൺട്രോൾ 1 അമർത്തി നമുക്ക് ബാക്ക് വ്യൂ വരാം. 1 അമർത്തിയാൽ ഫ്രണ്ട് വ്യൂ കിട്ടും. കൺട്രോൾ അമർത്തി 1 അമർത്തിയാൽ ബാക്ക് വ്യൂ കിട്ടിയിട്ട് ഞാൻ ഈ 1 നമ്മൾ ഫംഗ്ഷൻ കീസിൻ്റെ ഇടയിൽ 1 ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്തു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് എസ് അമർത്തിയിട്ട് കഴ്സർ ടു സെലക്റ്റഡ് എന്നുണ്ട്. കഴ്സർ ടു സെലക്റ്റഡ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ 3D കഴ്സർ ഈ ഒരു എഡ്ജല്ല ഈ ഒരു വെർട്ടെക്സിലേക്ക് വരും. അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എനിക്കൊരു സിലിണ്ടർ ആഡ് ചെയ്യണം. ഷിഫ്റ്റ് എ പ്രസ് ചെയ്തു ഒരു സിലിണ്ടർ ആഡ് ചെയ്തു. വലിയ സിലിണ്ടർ നമുക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്തു. ഞാൻ റൊട്ടേറ്റ് വൈയിൽ 90 കൊടുത്തു. ഇത്ര മതി. ആക്ച്വലി ഇത്രയും വേണ്ട, കുറച്ചുകൂടെ ചെറുതാക്കാം. ഈ ഒരു വലുപ്പം മതി. കൺട്രോൾ എ അമർത്തി സ്കെയിൽ അപ്ലൈ ചെയ്തു. ഇനി ഇത് കുറച്ച് ഉള്ളിലോട്ട് മൂവ് ചെയ്യാം. GY ഓക്കെ. ഹാഫ് വേ ഞാൻ ഉള്ളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ഫേസും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഈ ഒരു ഫേസും സെലക്ട് ചെയ്തു. ഈ 2 ഫേസും സെലക്ട് ചെയ്തതിനു ശേഷം ഐ പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്തു. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തു. ഇതിന് ശേഷം ഞാൻ അൾട്ട് ഇ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസ് എല്ലാം നോർമൽസ് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യണം. ഏകദേശം ഇത്രത്തോളം എക്സ്ട്രൂഡ് ചെയ്തു. ഇനി സ്കെയിൽ ചെയ്യാം. ഞാൻ ഇവിടെ പോയി എന്നിട്ട് ഇൻഡിവിജ്വൽ ഒറിജിൻസ് കൊടുത്തിട്ട് സ്കെയിൽ ചെയ്യാം. ഇത്ര സ്കെയിൽ ചെയ്തു. സ്കെയിൽ ചെയ്തിട്ട് GY പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തു. അത്രയ്ക്ക് വേണ്ട, GY കുറച്ച് ഓക്കെ. ഇങ്ങനെ വേണം കേട്ടോ. ഇൻഡിവിജ്വൽ ഒറിജിൻസ് മാറ്റിയിട്ടോ, ഞാൻ മീഡിയം പോയിന്റിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്.
ഈ 2 ഫേസ് നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുറേ ഫേസസ് നമുക്ക് ആവശ്യമില്ല. എക്സ് പ്രസ് ചെയ്ത് ഫേസസ് ഡിലീറ്റ് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫേസസ് അല്ലേ ആവശ്യമില്ലാതെ, അതൊക്കെ നമുക്ക് സർക്കിൾ സെലക്ട് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി സി പ്രസ് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കണം പുറത്ത് എക്സ്ട്രാ ഏതെങ്കിലും ഫേസ് സെലക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ അത് സി പ്രസ് ചെയ്തൊന്ന് ഡീസെലക്റ്റും കൂടെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പുറത്തെ ഫേസ് നമ്മൾ ഡിലീറ്റ് ആക്കുമ്പോൾ കൂടെ ഡിലീറ്റ് ആയി പോകും. എക്സ് പ്രസ് ചെയ്യുക, ഫേസ് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നല്ലോ. ഇതൊന്ന് ലെവൽ ചെയ്യുക അല്ലേ. ടാബ് പ്രസ് ചെയ്തു, ഈ ഒരു എഡ്ജ് അൾട്ടമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഇതും അൾട്ടമർത്തി ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ബി അമർത്തി ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തു. റൈറ്റ് ക്ലിക്ക് അമർത്തി ഓട്ടോ സ്മൂത്ത് കൊടുത്തു. ഓട്ടോ സ്മൂത്ത് അല്ല, ഞാൻ ഷെയ്ഡ് സ്മൂത്ത് തന്നെ കൊടുക്കാം. ഓട്ടോ സ്മൂത്ത് തന്നെ കൊടുക്കാം അല്ലേ. ഓട്ടോ സ്മൂത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ആ ഒരു പോർഷൻ കൂടെ റെഡി ആയില്ല. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സോളിഡിഫൈ മോഡിഫയറും കൂടെ കൊടുക്കാം. ക്ലിക്ക് ചെയ്തു, ആഡ് മോഡിഫയേഴ്സിൽ സോളിഡിഫൈ കൊടുത്തു. സോളിഡിഫൈ ഇത്രയൊന്നും വേണ്ട, ചെറിയൊരു വാല്യൂ മതി. ഓക്കെ, 0.0015 കൊടുക്കും. 0.0015 ചെറിയൊരു വാല്യൂ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ അതും കൂടെ റെഡി ആയിട്ടുണ്ട്. വല്ലാതെ ചെറുതായിപ്പോയി അല്ലേ. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അമർത്തി ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യുന്നത് ഷെയ്ഡിംഗ് ആണ്. ഷെയ്ഡിങ്ങിന് മുന്നേ നമുക്ക് സേവ് ചെയ്യാം. കൺട്രോൾ അമർത്തി ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാതും റെഡിയായി. ഇനി ഷെയ്ഡിങ്ങിലേക്ക് പോകാം. ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് അറിയുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഒന്നെടുക്കാം. ഒരു ഡിസൈൻ ഞാനൊരു ഫേസ് വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് GPT കൊണ്ട് ചോദിച്ചൊരു പേരൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിത് ഒന്ന് UV അൺറാപ്പ് ചെയ്യണം. UV അൺറാപ്പ് ചെയ്താൽ നമുക്ക് ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. UV അൺറാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ ഒരു 3D ഒബ്ജക്റ്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഒരു ബോക്സൊക്കെ എടുത്ത് കട്ട് ചെയ്യുമല്ലോ, ഈ ഒരു സോപ്പൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 2D സർഫസിലേക്ക് നമുക്ക് നിവർത്തി വെക്കാമല്ലോ കട്ട് ചെയ്തിട്ട്. അതുപോലെ ഈ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ കട്ട് ചെയ്ത് ഓരോ പോർഷൻസിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെ നിവർത്തി വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്കങ്ങനെ 2D ഒരു 3D ഒബ്ജക്റ്റിനെ 2Dയിലേക്ക് നിവർത്തിയാൽ മാത്രമേ ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആദ്യം തന്നെ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ കീബോർഡിൽ ഈ ഒരു കീ അമർത്തുന്നുണ്ട്. ഈ കീ എന്തിനാണ് അമർത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് നമുക്ക് വ്യൂ പോർട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ചെറിയ എഡിറ്റിംഗ് ഒക്കെ മൈനറായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കി ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോയി. എന്നതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ബ്ലെൻഡറിന്. അതിന് വേണ്ടിയിട്ട് 2 പ്രസ് ചെയ്യുക. ഈ ഫംഗ്ഷൻ കീസിൻ്റെ അടിയിലുള്ള 2 പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ ഒരു എഡ്ജ് മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് അമർത്തി മാർക്ക് സീം എന്നുണ്ടാവും, മാർക്ക് സീം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടല്ലോ ഒരു ഡാർക്ക് റെഡ് കളർ വന്നത്. അതിനടുത്ത് അവിടെ ഒരു കട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തു, അങ്ങനെ കൂട്ടിയാൽ മതി. കട്ട് ചെയ്തു. ഇനിയിപ്പോൾ വേറെ 2-3 കട്ടും കൂടെ വേണം. ഞാൻ ഈ സൈഡിൽ, ഫ്രണ്ട് വ്യൂ അല്ല ഇത് സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂവിൽ ഈ ഒരു ഭാഗം റൈറ്റ് ക്ലിക്ക് അമർത്തി മാർക്ക് സീം കൊടുത്തു. നേരെ ഓപ്പോസിറ്റ് ഭാഗം ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അമർത്തി മാർക്ക് സീം കൊടുത്തു. ഇപ്പോൾ 1, 2, 3 കട്ടായി. നമുക്ക് ഇവിടെയും കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് അമർത്തി മാർക്ക് സീം കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് അമർത്തി മാർക്ക് സീം കൊടുത്തു. അപ്പോൾ ഇത്രയും കട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്ത കട്ടിങ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനൊന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ പോയിട്ട് നേരെ UV എഡിറ്ററിലേക്ക് പോയി. UV എഡിറ്ററിൽ പോയതിനു ശേഷം ഞാൻ പ്രസ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ UV ഇങ്ങനെയാണല്ലോ. നമുക്ക് ഇങ്ങനെയല്ല UV വേണ്ടത്. അതിനുശേഷം പ്രസ് ചെയ്തു, അൺറാപ്പ് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് UV അൺറാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്ചർ തുറന്നു വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ ഒരു പോർഷൻ നമുക്ക് കീബോർഡിൽ LK പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ UV ഐലൻഡ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. 3 പ്രസ് ചെയ്യുക, നമ്പർ പാഡിൽ 3 പ്രസ് ചെയ്തിട്ട് L പ്രസ് ചെയ്താൽ കണ്ടില്ലേ, ഈ ഒരു UV ഐലൻഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ മുകളിലൊരു കട്ടുണ്ട്, ഈ സൈഡിൽ 2 സൈഡിലും കട്ടുണ്ട്, ഇവിടെയും കട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു UV ഐലൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ യു വി ഐലൻഡ് കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ കിട്ടും, സെപ്പറേറ്റ് കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് കിട്ടും. അങ്ങനെ സെപ്പറേറ്റ് യു വി ഐലൻഡ് എന്ന് പറയാം. യു വി ഐലൻഡായിട്ട് നമുക്ക് കിട്ടും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു ടെക്സ്ചർ ഉണ്ടാവില്ലേ, നമ്മുടെ ഈ ഫേസ് വാഷോ സൺസ്ക്രീനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ടെക്സ്ചർ ഫ്രണ്ടിലുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ബാർകോഡും വെച്ചിട്ട് ബാക്കിൽ ടെക്സ്ചർ ഉണ്ടാവും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആക്കിയത്. അപ്പോൾ യു വി അൺറാപ്പിംഗ് കഴിഞ്ഞു. നമുക്ക് ടെക്സ്ചറിങ്ങിലേക്ക് വരാം. ടെക്സ്ചറിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഷെയ്ഡ് എഡിറ്ററിലേക്ക് പോകാം. ഷെയ്ഡ് എഡിറ്ററിൽ പോയിട്ട് ഈ ഒരു പാനൽ ഓഫാക്കാൻ വേണ്ടി എൻ പ്രസ് ചെയ്താൽ പോയി വന്നു അങ്ങനെ ആക്കാം. എന്നതിന് ശേഷം ഇതിൽ നേരെ ന്യൂ പ്രസ് ചെയ്താൽ ഒരു മെറ്റീരിയൽ അപ്ലൈ ആവും. ഞാനിത് മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ക്ലിക്ക് ചെയ്ത് മെറ്റീരിയൽ പ്രിവ്യൂ മോഡിലേക്ക് പോയി. ഇപ്പോൾ മെറ്റീരിയലൊന്നുമില്ല. ആദ്യമായിട്ട് തന്നെ ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിലൊരു ബേസ് കളറിലേക്ക് ഒരു മെറ്റീരിയൽ വേണം. ഞാൻ ഓൾറെഡി ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്ത ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിങ്ങനെ ആ ഇമേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കളറ് ബേസ് കളറിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ കണ്ടല്ലോ കളർ വന്നു. പക്ഷേ ഈ യു വിസൊക്കെ തോന്നിയ പോലെയാണ്. നമുക്കത് കറക്റ്റ് ആക്കണം. റഫ്നെസ് കുറയ്ക്കാം. റഫ്നെസ് എനിക്ക് എത്രയൊന്നും വേണ്ട, കുറച്ച് റഫ്നെസ് മതി. തിളങ്ങണ്ട, നമ്മുടെ ഈ ഷൈനിങ് ആയിട്ടുണ്ട് ഉണ്ടാവില്ല. ഓക്കെ റെഡി. ഇനി ഫ്രണ്ട് വ്യൂയിലേക്ക് പോകും. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് വേണ്ട ടെക്സ്ചർ, ശരിക്കും ഫ്രണ്ട് വ്യൂവിൽ വേണ്ട ടെക്സ്ചറും ബാക്കിൽ വേണ്ട ടെക്സ്ചർ ഫ്രണ്ടിലും ഉള്ളത്. അതുകൊണ്ട് 1 പ്രസ് ചെയ്ത് ഫ്രണ്ട് വ്യൂയിലേക്ക് പോയി. ശേഷം ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോവുക. എഡിറ്റ് മോഡ് പോയിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു യു വി ഐലൻഡില്ലേ അത് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗസിൻ്റെ കഴ്സർ ഈ ഒരു യു വി ഐലൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് കീബോർഡിൽ L പ്രസ് ചെയ്താൽ ആ ഒരു യു വി ഐലൻഡ് മൊത്തം അത് സെലക്ട് ആവും. വേറെ എവിടെയും സെലക്ട് ആയിട്ടില്ല, കണ്ടില്ലേ, സെലക്ട് ആയി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ യു വി എഡിറ്ററിലേക്ക് പോവുക. യു വി എഡിറ്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സെലക്ട് ആയ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഓറ ഫ്രഷോ ഫേസ് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എ പ്രസ് ചെയ്ത് സെലക്ട് ആയി. നമുക്ക് G പ്രസ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ കണ്ടില്ലേ ഈ ഓറ ഫ്രഷ് ഫ്രണ്ടിലേക്ക് വന്നു. പക്ഷേ നമ്മൾ മൂവ് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു യു വി ഐലൻഡ് ബാക്കിലുമുണ്ട്. കണ്ടോ, ബാക്കിലുമുണ്ട്. ഇവിടെ വന്നത് കണ്ടില്ലേ. ഇത് രണ്ടും ഒരേ ഒരു അലൈൻമെൻറ്റിൽ നിന്നാൽ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്ത ഈ ഗ്രേഡിയൻ ടെക്സ്ചറില്ലേ, മുകളിൽ ഗ്രേയും അടിയിൽ ഒരു ഓറഞ്ചും കളറായിട്ടുള്ള ഗ്രേഡിയൻറ്റ് മാച്ചാവും മീൻസ് ഇപ്പോൾ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു സീമൊന്നും കാണില്ല. ഇവിടെ കറക്റ്റ് നല്ല വൃത്തിയിൽ ഇങ്ങനെ പോകുന്നു കാണാം. ഇവിടെ നേരെ മറിച്ച് ഞാൻ ഈ ഒരു സാധനം GZ ഒരു വൈയിൽ കുറച്ചൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ല ഇവിടെ ഒരു കട്ട് വന്നു, ഒരു വൃത്തികേടായില്ലേ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മൂവ് ചെയ്യുമ്പോൾ ഈ രണ്ടും ഒരേ ഹൈറ്റിൽ മൂവ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Y ആക്സിസിൽ GY കൊടുത്ത ഈ ഒരു ആക്സിസില്ലേ ഇത് രണ്ടും ഒരേ രീതിയിൽ മൂവ് ആവണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കെയിലും രണ്ടും ഒരേതായിരിക്കണം. അത് റിമെമ്പർ ചെയ്യുക. നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ഇതിപ്പോൾ GYയിലിപ്പോൾ ഒരു കുറച്ച് മൂവ് ചെയ്തു. ഈ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര ഞാൻ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ള അളവ്. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന വാല്യൂ ഒന്ന് നോട്ട് ചെയ്യുക. സ്കെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കെയിൽ ചെയ്യുന്ന വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക. ഇത് എത്ര മൂവ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഈ ഒരു യു വി ഐലൻഡ് മൂവ് ചെയ്യണം, അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ തൽക്കാലത്തിന് ഞാൻ 1 പ്രസ് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു, ഇതൊന്ന് മൂവ് ചെയ്യാം. GX ഈ X ആക്സിസിൽ മൂവ് ചെയ്യുന്നത് നിങ്ങൾ ബോധറാവേണ്ട കാര്യമില്ല. Y ആക്സിസിൽ മൂവ് ചെയ്യുന്നത് മാത്രമേ ബോധറാവേണ്ട കാര്യമുള്ളൂ. ഞാൻ ആദ്യം X ആക്സിൽ മൂവ് ചെയ്തു, ഇങ്ങനെ വെച്ചു. എന്നതിന് ശേഷം GY കൊടുത്തിട്ട് Y ആക്സിസിൽ ഞാൻ ഏകദേശം ഇവിടെയാക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ മുകളിൽ 0.086 എന്നാണുള്ളത്. അത് വ്യൂ പോർട്ടിൽ കറക്റ്റാണ് നോക്കല്ലേ. GY ഓക്കെ 0.0 ഇപ്പോൾ 0.082 എന്നുണ്ട്. 82 വേണ്ട, ഞാൻ ഓക്കെ ഇവിടെ വെക്കുന്നുണ്ട്. 0.06 ഉണ്ട്. 0.061 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ഓക്കെ ആയി. നമുക്കതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തു, A കൊടുത്തു, GX GY കൊടുത്തു, 0.061 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഈ ബാക്ക് പോർഷൻ കംപ്ലീറ്റ്ലി ഇത് കവേർഡല്ല മീൻസ് ഈ ഒരു ടെക്സ്റ്റ് ഒന്നും നമുക്ക് യു വിയിൽ വന്നിട്ടില്ല. ഈ യു വിയിൽ എന്ത് കാണുന്നോ അതാണ് നമുക്ക് ഇവിടെ കാണുള്ളൂ.
അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി GY കൊടുത്ത് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടില്ലേ ഈ ബാർകോഡൊക്കെ പുറത്തു പോയി. ഈ നമ്മുടെ റൈറ്റ് സൈഡ് നമ്മുടെ ഒബ്ജക്റ്റിൽ നോക്കിയാണ് ബാർകോഡ് പുറത്തു പോയി. ബാർകോഡ് ഏകദേശം നമുക്ക് ഈ ഒരു ലെവലെങ്കിലും വരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സ്കെയിൽ ചെയ്യണം എന്നാണ്. സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ S പ്രസ് ചെയ്തു, സ്കെയിൽ കൊടുത്തു. അപ്പോൾ ഈ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം സ്കെയിൽ എത്രയാണ് വാല്യൂ എന്ന് ഓർമ്മ വേണം. ഞാൻ സ്കെയിൽ കൊടുത്ത വാല്യൂ ഞാൻ 1.2 കൊടുത്തു. അപ്പോൾ സ്കെയിൽ കൊടുത്ത് 1.2 കൊടുത്ത് എൻ്റർ കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിതും സ്കെയിൽ ചെയ്യാം. ക്ലിക്ക് ചെയ്തു, സ്കെയിൽ കൊടുത്തു, 1.2 കൊടുത്ത് എൻ്റർ കൊടുത്തു. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയുള്ളത്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. GYയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് 0.02 ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് വെച്ചു. സെയിം ബാക്കിലും ചെയ്യണം. GY 0.02 എൻ്റർ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സീമില്ല, കറക്റ്റാണ്. നമ്മുടെ ബാക്കിൽ വേണ്ട ടെക്സ്ചർ വന്നിട്ടുണ്ട്, ബാർകോഡ് അല്ലാതെ വന്നിട്ടുണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, ടെക്സ്ചർ അപ്ലൈ ആയിട്ടുണ്ട്. സേവ് ചെയ്യാം കേട്ടോ ഒന്ന്. നമുക്ക് ഈ ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് ടോപ്പ് പോർഷൻ ഫുള്ള് ഗ്രേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ ഇങ്ങനെ ഓറഞ്ച് വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല. ക്ലിക്ക് ചെയ്യുക, ടാബ് പ്രസ് എഡിറ്റ് മോഡ് പോയതിനു ശേഷം അൾട്ട് അമർത്തി സെലക്ട് ചെയ്യുക. അൾട്ട് അമർത്തി സെലക്ട് ചെയ്തതിനു ശേഷം പ്രസ് ചെയ്തു. ഞാൻ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ഒരു ഗ്രേ പോർഷനിലേക്കാണ് മൂവ് ചെയ്ത് വെച്ചു. ഇപ്പോഴും ഇവിടെ ഒരു ചെറിയൊരു ഓറഞ്ച് ബാൻഡ് വരാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ അടിയിലൊരു ഫേസ് ഇല്ലേ, ആ ഫേസും കൂടെ സെലക്ട് ചെയ്യുക. അതിന് വേണ്ടി ടാബ് പ്രസ് ചെയ്യുക, Ctrl+ അമർത്തി കഴിഞ്ഞാൽ വേറെ കുറച്ച് ഫേസസും കൂടെ അവിടെ വന്ന് കാണാം, ലെഫ്റ്റ് സൈഡിൽ വന്ന് കാണാം. അതും കൂടെ പ്രസ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് സ്കെയിൽ ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫുള്ള് ഗ്രേ ആയി. ഇനി അടുത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ടോപ്പിലെ നമ്മുടെ ഈ അടപ്പ് അതും കൂടെ ഷെയ്ഡിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്ലാഷ് കീ അമർത്തില്ല, സ്ലാഷ് കീ ഒന്നുകൂടി അമർത്തുക. അപ്പോൾ ആ മൂടിയൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഒരു നോർമൽ മെറ്റീരിയൽ കൊടുക്കുകയാണ്. സേവ് ചെയ്യേണ്ടിട്ട് ഇടയ്ക്ക് ഞാൻ നോർമൽ മെറ്റീരിയലാണ്. ഷെയ്ഡ് എഡിറ്ററിലേക്ക് പോയി ഒരു ന്യൂ മെറ്റീരിയൽ കൊടുത്തു. ഒരു ഗ്രേ കളർ കൊടുക്കുക, ചെറിയൊരു ഗ്രേ കളർ. ക്ലിക്ക് ചെയ്ത് ചെറിയൊരു ഗ്രേ കളർ, റഫ്നെസ് കുറച്ചു, കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ഗ്രേ കൊടുത്തു കേട്ടോ, റഫ്നെസ് കുറച്ചു. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ ഇതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം Ctrl+L അമർത്തി കഴിഞ്ഞാൽ ലിങ്ക് മെറ്റീരിയൽ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ മെറ്റീരിയൽ ലിങ്കായി. രണ്ടിനും ഒരേ മെറ്റീരിയൽ വന്നല്ലോ. നമ്മുടെ ഒരു ബേസിക് പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഗ്രൂവ്സ് ഇടണം. ഇങ്ങനെ കുറേ ഗ്രൂവ്സ് ഇല്ലേ, ഗ്രൂവ്സ് ഇടാൻ വേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലൊരു വേവ് ടെക്സ്ചർ എന്ന് പറഞ്ഞ ടെക്സ്ചറാണ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് കാണിച്ചുതരാം. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാനൊരു വേവ് ടെക്സ്ചർ എന്ന് അടിക്കാം. വേവ് ടെക്സ്ചർ അടിച്ചു. പിന്നെ ഒരു കളർ റാമ്പ് ഷിഫ്റ്റ് പ്രസ് ചെയ്തു. കളർ റാമ്പ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഒരു ബമ്പിനോട് ആഡ് ചെയ്യാം. ബമ്പ് ഇങ്ങനെ 3 ആഡ് ചെയ്തതിനു ശേഷം ബമ്പിനോഡിലെ ഈ നോർമൽ എടുത്തിട്ട് ഇവിടുത്തെ നോർമലിലേക്ക് കണക്ട് ചെയ്യാം. അത് കുറച്ച് വലുതാക്കി കാണിക്കാം അല്ലേ. ബമ്പിനോഡിൻ്റെ നോർമൽ എടുത്ത് നോർമലിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ കളർ എടുത്തിട്ട് ഹൈറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഈ കളർ എടുത്തിട്ട് ഫാക്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ കുറേ സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രൈപ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സ്കെയിൽ ഒരു 20 കൊടുക്കാം അല്ലേ. ഞാൻ സ്കെയിൽ 20 കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് സ്ലൈഡർ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തു, ഇങ്ങോട്ട് വൈറ്റ് കുറച്ച് മൂവ് ചെയ്തു. എന്നിട്ട് ഈ ലീനിയർ മാറ്റിയിട്ട് ഞാൻ ബി സ്പ്ലൈൻ കൊടുക്കാം. ബി സ്പ്ലൈൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഫാൾ ഓഫ് ഉള്ളൊരു ടൈപ്പ് ഇതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീനിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോൺസ്റ്റാണ്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഈ ബ്ലാക്ക് പക്ക ഇവിടെ വന്ന് നിൽക്കുന്ന പോലെയുള്ളത്. പക്ഷെ നേരെ മറിച്ച് ബി സ്പ്ലൈൻ കൊടുത്താൽ ഒരു ഗ്രേഡിയൻ്റ് പോലെ വന്നില്ലേ, അങ്ങനെ കിട്ടും. ഞാൻ ബി സ്പ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കിട്ടി.
ഇത്രയും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നോക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നോക്കിയാൽ ഫുൾ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ സ്ട്രൈപ്പ് ഉള്ളത് കാണാം. നമുക്ക് ത്രൂ ഔട്ട് വേണ്ട, നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ മാത്രം മതി. അതെങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡ് പോയിട്ട് നമ്മൾ ഈ ഒരു ഫേസസ് ഇല്ലേ അൾട്ട അമർത്തി പിടിച്ചിട്ട് ഈ ഒരു ചുറ്റുമുള്ള നമുക്ക് എവിടേക്കാണ് വേണ്ടത് ആ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടേക്ക് പോവുക, ഡാറ്റയിലേക്ക് പോയിട്ട് നമ്മളിവിടെ കാണാം കളർ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം, ഞാൻ പേരൊന്നും കൊടുക്കുന്നില്ല. ഈ ഡൊമൈൻ വെർട്ടെക്സും അതുപോലെ തന്നെ ഈ ഡാറ്റ ടൈപ്പ് വൈറ്റ് കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെർട്ടെക്സ് പെയിൻറ്റ് ചെയ്യണം. വെർട്ടെക്സ് പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗത്ത് മാത്രം മതി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വ്യൂ പോർട്ട് ഷെയ്ഡിങ്ങിലേക്ക് തന്നെ പോകുന്നു. ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് നേരെ വെർട്ടെക്സ് പെയിൻറ്റിലേക്ക് പോയി. അപ്പോൾ നോക്കിയാൽ കാണാം ഫുള്ള് ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും നമ്മളിതുവരെ പെയിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. എവിടെയെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്താൽ അവിടെ വൈറ്റ് വരും. ഞാൻ എവിടെയും പെയിൻറ്റ് ചെയ്താൽ എല്ലാവരുടെയും വൈറ്റ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവരുടെയും വൈറ്റ് വരണ്ട. നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തില്ല, ആ ഒരു വെർട്ടെക്സ് അല്ല, ആ ഒരു ഫേസിൽ മാത്രം മതി പെയിൻറ്റിങ്. അതിന് നേരെ ഇവിടെ പോയിട്ട് ഈ ഒരു ടോഗിൾ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തിട്ട് ഇവിടെ നമുക്കിങ്ങനെ പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ആയത് കണ്ടില്ല, അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയാൽ കാണാം ഈ മുകളിൽ മാത്രമേ നമ്മുടെ വൈറ്റ് കളറുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരെ വെർട്ടെക്സ് പെയിൻറ്റിൽ നിന്ന് മാറി ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്ന ശേഷം ഷെയ്ഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്ത ഡാറ്റ നമ്മൾ മെറ്റീരിയലിന് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. എന്നതിന് ശേഷം കളർ ആട്രിബ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ കളർ ആട്രിബ്യൂട്ടിനോട് ഇവിടെ ഇടുക. എന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നമ്മൾ കളർ ക്ലിക്ക് ചെയ്യുക. ഈ കളർ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കളറാണ് ഈ കളർ. നിങ്ങളിവിടെ എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേരാണ് ഇവിടെ വരിക. ഇനി അടുത്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഒരു മിക്സ് കളറിനോട് ഇവിടെ ആഡ് ചെയ്യാം. എന്നതിന് ശേഷം ഈ മിക്സ് എന്ന് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ആക്കാം. ഫാക്ടർ 1 കൊടുക്കുക. എന്നിട്ട് ഈ കളർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ റെഡി ആയിട്ട് കാണാം. ടോപ്പ് മൊത്തം വരവാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ബമ്പ് കുറച്ച് കൂടുതലാണ്, ഇത്രയ്ക്കും പ്രൊജക്ഷൻ എനിക്ക് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ബമ്പ് കുറയ്ക്കാം. ഞാനൊരു 0.5 വെക്കുന്നുണ്ട്, സ്ട്രെങ്ത് 0.5 വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫൈൻ, എനിക്ക് കുഴപ്പമില്ല, ഫൈനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ സൈഡിൽ നമുക്കിത് വേണ്ടല്ലോ, ഈ സ്ട്രിപ്പ് വേണ്ടല്ലോ തോന്നാം. ഏത് ഈ ഒരു സ്ട്രിപ്പ് ത്രൂ ഔട്ട് ഉണ്ടാവില്ല, ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മോഡ് പോയി ടാബ് പ്രസ് ചെയ്ത് ഈ ഫേസസ് സെലക്ട് ചെയ്യാം. ഏത് ഫേസസ് ആണ് ഈ കുറച്ച് ഫേസസ് അല്ലേ ഉള്ളത്, ഈ 2 ഫേസസും അതുപോലെ തന്നെ ഈ 2 ഫേസസും ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെർട്ടെക്സ് പെയിൻറ്റിലേക്ക് പോവാം. ഇവിടെ വെർട്ടെക്സ് പെയിൻറ്റിൽ പോയിട്ട് എക്സ് പ്രസ് ചെയ്യാം. എക്സ് പ്രസ് ചെയ്താൽ ബ്ലാക്ക് എനേബിൾഡ് ആവും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്ലാക്കും വൈറ്റും ടോഗിളാവുന്നു. എക്സ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഫേസിനെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ബ്ലാക്കായി, ഇവിടെയും ബ്ലാക്കായി, അതുപോലെ തന്നെ ഈ ഭാഗത്തും ബ്ലാക്കായി. ഇനി ഇത് ഓഫാക്കി നമ്മൾ നേരെ ഒബ്ജക്റ്റ് മോഡിൽ വന്നിട്ട് റിവ്യൂ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ സൈഡിലിപ്പോൾ ആ ഒരു സ്ട്രൈപ്പ് ഇല്ല. ഇപ്പോൾ നമ്മുടെ ബേസിക് മോഡലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റിങ്ങിലേക്ക് വരാം. അതിനു വേണ്ടി നമുക്കൊന്ന് പാരൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് മൂവ് ചെയ്താൽ ഇത് മൂവ് ആവുന്നു, ഇത് മൂവ് ചെയ്താൽ എല്ലാം സെപ്പറേറ്റ് മൂവ് ആവുന്നുണ്ടല്ലോ. നമുക്കിതൊന്ന് പാരൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുമായിട്ടാണ് പാരൻറ്റ് ചെയ്യുന്നത്, ഈ മെയിൻ ബോഡിയായിട്ടാണ് പാരൻറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഈ മൂടി ഷിഫ്റ്റ് അമർത്തി പിടിച്ചു, ഇത് ക്ലിക്ക് ചെയ്തു, പിന്നെ ബോഡി ക്ലിക്ക് ചെയ്തു. എന്നതിന് ശേഷം Ctrl+P അമർത്തി ഒബ്ജക്റ്റ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ബോഡി മൂവ് ചെയ്താൽ കൂടെ ഈ ടോപ്പും എല്ലാതും മൂവ് ആവും. ഈ സാധനം മെറ്റീരിയൽ നമ്മൾ കൊടുത്തില്ല, അല്ലെ മറന്നുപോയി. ക്ലിക്ക് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്യാം, കൺട്രോൾ എല്ലാം അമർത്താം, ലിങ്ക് മെറ്റീരിയൽ കൊടുക്കുക. മെറ്റീരിയൽ അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം, ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ബോഡി ക്ലിക്ക് ചെയ്യാം, Ctrl+P ഒബ്ജക്റ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ബോഡി മൂവ് ചെയ്താൽ അല്ലാതെ ഒരുമിച്ച് മൂവ് ആവും. ഇനി നമുക്ക് അടുത്തിട്ട് ലൈറ്റിങ്ങിലേക്ക് വരാം. ലൈറ്റിങ്ങിന് വരാൻ വേണ്ടി നമുക്ക് ഒരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യണം. ഇത് നിൽക്കാൻ ഒരു ഫ്ലോർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് അമർത്തുക, മെഷിൽ പ്ലെയിൻ കൊടുത്തു.
ഇത് ആക്ച്വലി പ്ലെയിൻ ഇവിടെ വരാൻ കാരണം നമ്മുടെ 3D കഴ്സർ ഇവിടെയാണ്. ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്ത് കഴ്സർ ടു വേൾഡ് ഒറിജിൻ കൊടുത്താൽ കഴ്സർ പഴയ സ്ഥലത്ത് തന്നെ എത്തി. ഇനി നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം, ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനൊന്ന് സ്കെയിൽ ചെയ്തു, നല്ലപോലെ ഒന്ന് സ്കെയിൽ ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി സ്കെയിൽ ചെയ്യാം. ഞാൻ തൽക്കാലത്തിന് ഇവിടെ നിർത്തുന്നുണ്ട്. ഒന്ന് Z പ്രസ് ചെയ്ത് ഒന്ന് Z ആക്സിസിൽ മൂവ് ചെയ്യാം. ഇതിൽ ടച്ച് വരണ്ടേ. ഓക്കെ, Z ആക്സിൽ മൂവ് ചെയ്തു. എന്നിട്ട് ഈ ഒരു പ്ലെയിൻ ഞാൻ മെറ്റീരിയൽ കൊടുക്കാം. മെറ്റീരിയൽ പറയുമ്പോൾ സിമ്പിൾ മെറ്റീരിയലാണ്. മെറ്റീരിയൽസിൽ പോയിട്ട് ഒരു ന്യൂ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കളറ് ഞാൻ ബ്ലാക്ക് കൊടുക്കാം. പ്യുവർ ബ്ലാക്കാണ്. പ്യുവർ ബ്ലാക്ക് കൊടുത്തു. റഫ്നെസ് കുറച്ച് മെറ്റാലിക്ക് കൂട്ടി. നമുക്കിനി ഇത് ഫ്യൂച്ചറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലത്ത് ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ലൈറ്റ് ആഡ് ചെയ്യാം. ലൈറ്റ് ഒരു ഏരിയ ലൈറ്റ് ആഡ് ചെയ്തു. ഏരിയ ലൈറ്റ് ആഡ് ചെയ്തതിനു ശേഷം Z ഞാനൊന്ന് മൂവ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കുന്നുണ്ട്. റൊട്ടേറ്റ് Y90. റോങ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്ത്. റൊട്ടേറ്റ് Z 180 കൊടുത്ത് ഈ ഒരു ഡയറക്ഷനിൽ ലൈറ്റ് വരുന്ന രീതിയിൽ വെച്ചു. GX ഇവിടേക്ക് മൂവ് ചെയ്തു. സ്കെയിൽ ചെയ്തു. ഒന്ന് നല്ലപോലെ സ്കെയിൽ ചെയ്തു. ടോപ്പ് വ്യൂ 7 പ്രസ് ചെയ്ത് ടോപ്പ് വ്യൂ പോയിട്ട് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് വയ്ക്കുന്നുണ്ട്. യെസ്, ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ലൈറ്റ്. ആദ്യമായിട്ട് നമുക്കൊരു ക്യാമറ വ്യൂ ആണല്ലോ, എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഷിഫ്റ്റ് പ്രസ് ചെയ്യാം, ഒരു ക്യാമറ ആഡ് ചെയ്യാം. ക്യാമറ ആഡ് ചെയ്തു. ക്യാമറ ഇതിലേക്ക് വ്യൂവിലേക്ക് വരാൻ വേണ്ടിയിട്ട് Ctrl+Alt+0 പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ക്യാമറ വ്യൂ ലോക്കായി. എനിക്ക് ക്യാമറ വ്യൂ പൊതുവെ വരുമ്പോൾ ക്യാമറേൻ്റെ ചുറ്റുള്ള വ്യൂസൊന്നും എനിക്ക് നമ്മുടെ വ്യൂവിലേക്ക് കാണുന്നതൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ക്യാമറയ്ക്ക് പോയതിനു ശേഷം വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ ഈ പാസ് പാർട്ട് ഔട്ടോ ആ സംഭവം അത് ഞാൻ 0.5 1 ആക്കി കൊടുത്തു. അപ്പോൾ ചുറ്റുള്ളത് എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് റെൻഡർ സെറ്റിങ്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. നേരെ റെൻഡറിലേക്ക് വന്നു. EV മാറ്റി സൈക്കിൾസ് ആക്കി കൊടുത്തു. GPU ഉണ്ടെങ്കിൽ GPUയിലേക്ക് ഇടാം. ഞാൻ GPU ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ വേൾഡിൽ ഒരു ഗ്രേയിഷ് കളറാണത്. ഗ്രേ മാറ്റി ഫുള്ള് പ്യുവർ ബ്ലാക്ക് ആക്കി കൊടുത്തു. ഇനി നമുക്ക് വെറുതെ ഒന്ന് റെൻഡറിലിട്ട് നോക്കാം എന്താ അവസ്ഥ ആണ്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈറ്റിന് തീരെ ഇൻറ്റൻസിറ്റി ഇല്ല, ഈ വരുന്ന ലൈറ്റിന്. അപ്പോൾ ലൈറ്റിന് ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി ഇവിടേക്ക് വന്നു. ഈ ഒരു 10 വാട്ട് എന്നുള്ളത് ഞാൻ കൂട്ടി ഒരു 6000 വാട്ട് കൊടുക്കുന്നുണ്ട്. 6000 വാട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ റെൻഡറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ലിറ്റപ്പ് ആയിട്ടുണ്ട്. പക്ഷേ വൺ സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ നമുക്ക് ഷാഡോ ആണുള്ളത്. കണ്ടില്ലേ, ഷാഡോ ഉള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലും ലൈറ്റപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഞാനൊരു പ്ലെയിൻ ആഡ് ചെയ്തു. ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് Y കൊടുത്ത് GX ആക്സിസിൽ ഒന്ന് മൂവ് ചെയ്ത് വെച്ചു ഇവിടേക്ക്. നമ്പർ പാഡ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തും ലൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്ലെയിന് GYയിൽ Xയിൽ ഇങ്ങനെ മൂവ് ചെയ്യും തോറും കണ്ടില്ല, അടുത്തേക്ക് വരും തോറും വെളിച്ചം കൂടി, ദൂരത്തേക്ക് വയ്ക്കും തോറും വെളിച്ചം കുറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ ലൈറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് 2 സൈഡും ലൈറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഞാൻ ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ ക്യാമറയിൽ ഈ ഒരു പ്ലെയിനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലെയിൻ വരുമല്ലോ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ ഒരു യെല്ലോ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഈ വിസിബിലിറ്റിയിൽ ക്യാമറ വിസിബിലിറ്റി ഓഫാക്കുക. നമ്മുടെ ക്യാമറയിൽ കാണൂല, പക്ഷെ നമ്മുടെ റെൻഡറിൽ കാണൂല. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഇവിടെ ക്യാമറയിൽ കിട്ടും. ഈ റെൻഡറിൽ കണ്ടില്ലേ ലൈറ്റ് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ജെക്സ്ഡായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബാക്ക് ലൈറ്റും കൂടെ വേണം. ബാക്കിൽ നിന്ന് ഒരു ലൈറ്റ് അടിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് സെയിം ലൈറ്റ് ഞാൻ Shift D ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. Y ആക്സിസിൽ മൂവ് ചെയ്ത് വെച്ചു. റൊട്ടേറ്റ് Z -90 കൊടുത്ത് വെച്ചിട്ടുണ്ട്. GX ഇങ്ങനെ വെച്ചു. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. റെൻഡർ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സൈഡ് കൂടെ ഒരു ചെറിയൊരു ഗ്ലോ വരുന്നില്ലേ. ക്യാമറ വ്യൂ വല്ലാതെ ക്ലോസ് ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ദൂരത്തേക്ക് വയ്ക്കാം. പ്രസ് ചെയ്തു വ്യൂസിലേക്ക് പോയി ക്യാമറ വ്യൂവിൽ കുറച്ചൊന്ന് വിട്ടു വെക്കാം. ഓക്കെ, ഈ ഒരു റിഫ്ലക്ഷനും കൂടെ കിട്ടുന്ന രീതിയിൽ, ബോട്ടത്തിൽ റിഫ്ലക്ഷൻ്റെ അതും കൂടെ കിട്ടുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യും. ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്കിവിടെ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. നമ്മുടെ ഈ ബാക്കത്തെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു പ്ലെയിനിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ റിഫ്ലക്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. ഈ ഡിസ്റ്റൻസ് ഫൈൻ ട്യൂൺ ചെയ്യുക. ഡിസ്റ്റൻസും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും ഇതിൻ്റെ ലൈറ്റിൻ്റെ. ഈ ഒരു പ്ലെയിന് സൈസ് കുറച്ച് കൂട്ടുക. ടാബ് പ്രസ് ചെയ്യുക. 2 ഓക്കെ, ഞാൻ ലൈറ്റ് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ബാക്കിൽ ഈ ഒരു ഏരിയ ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ ഈ ഫ്ലോറിൽ തട്ടിയിട്ട് അവിടെ വല്ലാതെ ബ്ലോൺ ഔട്ടായ പോലെ കിടക്കുന്നുണ്ട്.
അപ്പോൾ എനിക്കത് വേണ്ട, എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രം ലൈറ്റ് മതി. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് സിനാരിയോയിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വെച്ചാൽ ലൈറ്റ് വരുന്നുണ്ട്, അടിയിൽ റിഫ്ലക്റ്റീവായിട്ട് സർഫസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ബ്ലെൻഡറിൽ, ഈ ബ്ലെൻഡർ 4.0 സ്പെഷ്യലി അത് ഈസിയാണ്. ബ്ലെൻഡർ നിങ്ങൾ പ്രീവിയസ് വേർഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഫീച്ചർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്ലെൻഡർ 4.0ൽ അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ലിങ്കിങ് എന്നാണ് പറയുക. നമുക്കൊരു ഏതൊരു ഒബ്ജക്റ്റിലേക്കാണോ ലൈറ്റ് വേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രമായിട്ട് ലൈറ്റ് അടുപ്പിക്കുക ഒരു ഫീച്ചറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ആ ലൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് ലൈറ്റാണോ നമുക്ക് യൂസ് ചെയ്യേണ്ട ആ ലൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു യെല്ലോ ഡോട്ടിലെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ അവിടേക്ക് വന്നിട്ട് ഷെയ്ഡിങ്ങിൽ ലൈറ്റ് ലിങ്കിങ് എന്ന് കാണാം. ഈ ലൈറ്റ് ലിങ്കിങ്ങിൻ്റെ അടിയിൽ ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്ത് നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റിനെ നമുക്ക് ലൈറ്റ് ലിങ്കിങ് ചെയ്യണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഒബ്ജക്റ്റിലേക്കാണ് നമുക്ക് ലൈറ്റ് അടുപ്പിക്കേണ്ടത് ആ ഒബ്ജക്റ്റിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നിന്ന് എടുത്തിട്ട് ഡ്രാഗ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ഒരു സിലിണ്ടറാണ്, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ബാക്കിയുള്ള ഈ 3 സബ്ജക്റ്റും വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സിലിണ്ടർ എന്നുള്ളതിനെ ഞാനിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റിഫ്ലക്ഷൻ പോയി നമ്മുടെ സർഫസിന്. പക്ഷെ ഇപ്പോഴും ബാക്കിൽ നിന്ന് അടിക്കുന്ന ലൈറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത്ര ചെയ്ത ശേഷം ഞാൻ ഈ ക്യാമറ സൈസ് കൂടെ ചെറുതാക്കുകയാണ്. ഇത്ര വലുപ്പത്തിൽ വേണ്ട എനിക്കൊരു സ്ക്വയർ വരെ. അപ്പോൾ അതിനുവേണ്ടി ക്ലിക്ക് ചെയ്തു. നിങ്ങളിഷ്ടം. ഞാനിവിടെ ഇതുകൂടി 1080 കൊടുക്കണം. 1080 ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ റെൻഡറിലിടാം. റെൻഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റെൻഡർ സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നു, നമ്മുടെ റെൻഡർ പ്രോപ്പർട്ടീസിലേക്ക് വന്നതിന് ശേഷം സാമ്പിൾ കൗണ്ട് കൊടുക്കാം. ഞാൻ ഡിഫോൾട്ടായിട്ട് വരുന്ന സാമ്പിൾ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡീനോയ്സിങ് എനേബിൾഡ് ആണ്. അതിനുശേഷം നേരെ ഇവിടെ വന്നു, കളർ മാനേജ്മെൻറ്റിൽ AGX തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിൽമിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽമിക്ക് മാറ്റാം, ഞാൻ AGX തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും സെറ്റ് ആക്കിയതിന് ശേഷം ഒരു ലൊക്കേഷൻ കൊടുക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ റെൻഡർ ഇമേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു വാട്ടർ സ്പ്ലാഷിങ് പോലത്തെ ഒരു ആനിമേഷൻ കൊടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.